ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതായത് അപേക്ഷ രീതി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ടാരിഫുമായിട്ടും റഷ്യൻ ക്രൂഡുമായിട്ടുള്ള വിഷയം, ടാരിഫിൻ്റെ വിഷയം മാറ്റുക, ഈ റഷ്യൻ ക്രൂഡുമായിട്ടുള്ള വിഷയത്തിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അത് സെറ്റിൽ ചെയ്യണം. അപ്പം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും മറ്റുള്ള യൂട്യൂബേഴ്സും പല നാഷണൽ ചാനലൊക്കെ എത്ര അതിനെ ഞാനീ പറഞ്ഞതിനെ പറ്റിയല്ല നാഷണൽ ചാനല്, അവരൊക്കെ അങ്ങ് വെറുതെ അടിക്കുക വെച്ചാൽ ഒരു കാര്യവുമില്ലാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഈ അമേരിക്കയുടെ റെസിപ്രോക്കൽ 24% ടാരിഫൊക്കെ ഇന്ത്യക്ക് സംസാരിച്ചാൽ തീർക്കാം. അതൊന്നും വലിയ ഇഷ്യൂ അല്ല. പക്ഷെ പ്യൂണിറ്റീവ് ടാരിഫ്, റഷ്യൻ ക്രൂഡ് മേടിക്കുന്ന ടാരിഫ്, അത് നമ്മൾ തലയിലോട്ട് എടുത്തു വെച്ചതാണ്. അത് മാറ്റിയേ മതിയാവത്തുള്ളൂ. ഞാൻ എത്രയോ ആവർത്തി പറഞ്ഞു ഇന്ത്യ ഇത് സെറ്റിൽ ചെയ്യണം, ഇന്ത്യ ഇത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഗ്ലോബലായിട്ട് നമ്മളെ ഐസൊലേറ്റ് ചെയ്യും, ഈ റഷ്യയും ചൈനയും കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ മറ്റുള്ള മലയാളത്തിലെ യൂട്യൂബ് ബുദ്ധിജീവികളൊക്കെ പറഞ്ഞ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഡോളറിന്റെ ഇപ്പോൾ കീറിക്കളെ ബ്രിക്സിന്റെ കറൻസി ഉണ്ടാകുന്നു, ട്രംപിനെ പാഠം പഠിപ്പിച്ചു, അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന അണ്ടർവെയറിന് വില കൂടി. നോൺസെൻസ്. ഞാൻ പറഞ്ഞു 1.96% ഉള്ളൂ അമേരിക്കയിലെ ഇന്ത്യൻ പ്രോഡക്റ്റ്. ഷേവ് ചെയ്യുമ്പോൾ അല്പം അമേരിക്കക്കാരൻ ഷേവ് ചെയ്യുമ്പോൾ കുറച്ചങ്ങോട്ട് അവിടെ ഇവിടെ 1-2 ഭാഗത്ത് രോമം വരുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത് രോമത്തിൻ്റെ വില പോലും ഇല്ല അതിന്. ഇത് ഞാൻ ആധികാരികമായിട്ട് കണക്കുകൾ വെച്ചാ പറഞ്ഞത്. അപ്പോൾ അമിതാഭ് കാന്ത്, ഇന്ത്യയുടെ പഴയ നീതി അല്ല പഴയ പ്ലാനിംഗ് ബോർഡിന്റെ അയാൾ പറയുന്നു ഇവനൊക്കെ ബേസിക്കലി ബോധം, എനിക്കറിയത്തില്ല, IAS ഓഫീസറാ, ചില സോ കോൾഡ് എക്കണോമിസ്റ്റുകൾ ഇന്ത്യയിൽ, അത് ഇങ്ങനെ ഉണ്ടാകും, ഇതങ്ങനെ ഉണ്ടാകും, ഇതങ്ങനെ പോവും. അവസാനം ആരാ പാനിക്കായത്? അതായത് ഈ IT യുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി കഴിച്ചപ്പോൾ ഇന്ത്യയിലെ അർബൻ ക്ലാസ് പാനിക്കായി. അതാ കാര്യം. അതാണ് മോദി കംപ്ലീറ്റ് യൂ ടേൺ അടിച്ചത്. സറണ്ടർ ചെയ്തു, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉറപ്പായിട്ട് സറണ്ടർ ചെയ്യേണ്ട സംഭവമാണ് ഇത്. റഷ്യയുടെ ക്രൂഡ് മേടിച്ച് പണിഷബിൾ ആയിട്ടുള്ള ടാരിഫ് മേടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് കണക്കുകൾ വെച്ചാൽ ഞാനിത് പറഞ്ഞത്. നമ്മൾ വീണ്ടും ആവർത്തിക്കും, നമ്മൾ പ്രസവിക്കാൻ പോകുന്നൊരു കുട്ടിയാണ്, എക്കോണമിയിൽ വൈബ്രന്റ് ആണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് പ്രസവിച്ച് വളരാനുള്ള സമയമെടുക്കും. പെട്ടെന്നൊരു കുട്ടി 10 മാസം ഒരു മാസം കൊണ്ട് വളർന്നങ്ങ് പന്തലിക്കുക എന്ന് പറയും. ഇതാണ് നോൺസെൻസ് സ്റ്റേറ്റ്മെന്റുകൾ മുഴുവനും വന്നത്. മോദി തന്നെ തീരുമാനിച്ചു. അമേരിക്കൻ നാച്ചുറൽ പാർട്ട്ണർ, ആലോചിച്ചോണം ആ വാക്ക്. എന്താണ് നാച്ചുറൽ പാർട്ട്ണർ? അമേരിക്ക ഇന്ത്യൻ നാച്ചുറൽ പാർട്ട്ണറാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഒത്തിരി ഇന്ത്യക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരുടെ വിസയെ ബാധിച്ചു. H1B വിസയെ ബാധിച്ചു. ഇന്ത്യക്കാരുടെ അമേരിക്കയിലുള്ള ലൈഫിനെ ബാധിച്ചു. ഏകദേശം 50 ലക്ഷത്തിലധികം പേരുണ്ട് H1B വിസക്കാർ ഇന്ത്യയിൽ. അവരൊക്കെ പേടിയായി. കാരണം എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ മക്കളുണ്ട്, ഇവിടെ ഞാൻ എൻ്റെ ഇവിടെ താമസിക്കുന്ന അയൽവാസികളുണ്ട്, പഠിക്കാൻ പോയി അവിടെ ജോലി. അവനൊക്കെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ അർബൻ ക്ലാസ്സിനെ ബാധിക്കുന്നത്. മോദിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തവരാണ് അർബൻ ക്ലാസ്. അവനെ ബാധിച്ചു കഴിയുമ്പോൾ മോദിയുടെ ആസനം പൊള്ളി. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് പ്രശ്നമായി, അപ്രിഹെൻഷനായി. അതായത് എൻ്റെ ഒത്തിരി ബന്ധുക്കൾ ഈ IT ഫീൽഡിൽ സ്റ്റാർട്ടപ്പും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഗുരുഗ്രാമിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, മറ്റു പലയിടത്തുമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ജോലി ചെയ്യുന്നവരോടൊക്കെ അപ്പന്മാരെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ക്രൈസിസ് ആണിത്, ഇതെങ്ങനെങ്കിലും സെറ്റിൽ ചെയ്തേ മതിയാവത്തുള്ളൂ.
പിന്നീട് ഇന്ത്യൻ പത്രവും ടൈംസ് ഓഫ് ഇന്ത്യ, HTയും, ഇന്ത്യൻ എക്സ്പ്രസും വാര സംഭവം ആ പഴയ പിച്ചിൽ നിന്നങ്ങ് മാറി. അതായത് മോദി ഭക്തി നിന്നങ്ങ് മാറി. കാരണം റിയൽ ആയിട്ട് ക്രൈസിസ് വരാൻ തുടങ്ങി. ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ അടിക്കും, ഇപ്പോൾ കാണിക്കും, ഇപ്പോൾ മോദി. പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. എന്തു കുന്തവാ മാറിയത്. ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, മോദി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന കലർ ഒറ്റയടിക്ക് അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലോട്ട് ഗവൺമെന്റ് പോയി. എനിക്കറിയത്തില്ല ഹൂ ദ ഹെൽ നോൺസെൻസ് ഈ മനുഷ്യനെ ഇത്രമാത്രം ബുദ്ധിഹീനമായിട്ടുള്ള അഡ്വൈസ് ചെയ്തൊന്നും മനസ്സിലാവുന്നില്ല. ഇത് തന്നെയല്ലയോ ഈ പറയുന്ന ട്രംപും മോദിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലതാണ്, മോദിയുമായിട്ട് നല്ല ബന്ധമാണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്യട്ടെ, അതുകൊണ്ട് അയാളെ പിന്തുണച്ചു. അത് കഴിഞ്ഞ് ഈ മോദി കാണിക്കുന്ന ഓരോ പരിപാടികളും ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്ലണ്ടറല്ലേ കാണിച്ച മുഴുവനും. പിന്നെ എങ്ങനെ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറയുന്നത്, തിരുത്തണം. ഇത് തിരുത്തിയേ മതിയാവത്തുള്ളൂ. സെറ്റിൽ ചെയ്യണ ഇഷ്യൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പിറ്റോമിൽ നിന്നൊരാൾ ഇതാ കിടക്കുന്ന താഴെ. ലോകത്തൊരൊറ്റ രാജ്യങ്ങൾക്കും വേണ്ട. ആകെ ഉള്ളത് ഇപ്പം റഷ്യ. ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഉണ്ടായൊരു സംഭവം, ഇന്ത്യൻ ടെക്കി, അതായത് അമേരിക്കയിൽ ജോലി ചെയ്യും, ജോലിയല്ല സ്വന്തമായിട്ട് ടെക്കി ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾ. അപ്പോൾ അയാൾ ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന ഒരാളും കൂടാണ്. സ്വന്തമായിട്ട് പണം മുടക്കി അയാൾ ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യക്കാരനോടെ സാൻചോ, സാൻ ഫ്രാൻസിസ്കോയിലുള്ളൊരു IT ബേസ്ഡ് സിലിക്കോൺ വാലിയുടെ ക്ലസ്റ്ററിലുള്ള സ്ഥലത്താണിത്. അയാളും അയാളുടെ 3 സുഹൃത്തുക്കളും മോദിയെ വന്ന് കണ്ടു. 3-4 ദിവസം മുമ്പ്. ആദ്യം ഇത് കേട്ടിട്ട് 1 മണിക്കൂർ സമയം കൊടുത്തു. എന്നിട്ട് ഒരൊറ്റ ഒരു സഹായിയുടെ ഇല്ലാതെ ഇവരുമായിട്ട് മോദി നേരിട്ട് സംസാരിച്ചു. ഗുജറാത്തിയിൽ, ഹിന്ദിയിൽ മുഴുവൻ അവരങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്തൊക്കെയാണ് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബാധിക്കുന്നത്, മുഴുവൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരെ വീണ്ടും രാത്രി വിളിപ്പിച്ചു. ഞാൻ അറിഞ്ഞതാണ് ഈ സംഭവം. അവർ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മോദിക്ക് ബോധ്യമായത് ഇതെവിടെ പോയി നിൽക്കുമെന്ന്. ഇതാണ് ഉണ്ടായത്. അതായത് തെറ്റായ ഉപദേശകരാണ് ബേസിക്കലി. ഇനി ഞാൻ ജയശങ്കറിനെയും ഈ നിർമ്മലാ സീതാരാമനെ പല മന്ത്രിമാരെ റീഷഫിളിൽ മാറ്റാൻ പോവുക മോദി. കാരണം തെറ്റായ രീതിയിലുള്ള ബ്രീഫിങ് കൊടുത്ത അയാൾക്ക്. ഇത് ഏറെ സെറ്റിൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അതിനകത്ത് ചൈനയിൽ പോകുന്നു, അതിൻ്റെ റഷ്യ പുട്ടിനെ കാണാൻ പോകുന്നു. അപ്പോഴൊക്കെ ബേസിക് ആയിട്ട് ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മൾ ചൈനയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാം ഉറപ്പായിട്ട്. ഈ പറയുന്ന മോദി ഇപ്പോൾ പറയുന്ന ബന്ധത്തിൽ പോകരുത്. കാരണം ചൈന നമ്മുടെ എനിമിയാണ്, നമ്പർ 1 എനിമിയാണ്. പക്ഷെ റഷ്യ ലോകം മുഴുവനും തള്ളിക്കളഞ്ഞു കേൾക്കുക. വാർ മോങ്കറാണ് പുടിൻ. അയാളുമായിട്ട് ഈ കൂടിൻ്റെ പരിപാടിയിൽ ഏത് ഇന്ത്യക്കാരനാ ലാഭം? അദാനിക്കോ അഡാനിക്കോ അവർക്ക് വേണ്ടിയാണ് ഇത് വാങ്ങുന്നത്. ഇന്ത്യക്ക് ഫോറിൻ കറൻസി കിട്ടി. പിന്നെ അടുത്ത സംഭവം ഉണ്ടായി, ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ട്രംപ് ആവശ്യപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളോട് 100% ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ അടിക്കാൻ. പേടിച്ചു. ഫർദറായിട്ട് പോകണം 100% ടാരിഫ് അടിച്ചു ഇന്ത്യക്കും ചൈനയ്ക്കും. ചൈനയെ വലുതായിട്ടൊന്നും ബാധിക്കത്തില്ല, കാരണം വലിയ സൈസ് ഓഫ് എക്കോണമി ഹ്യൂജ്. പക്ഷെ ഇന്ത്യയുടെ അടപടലം അങ്ങ് തീരും. എന്താ ഈ ബാംഗ്ലൂരും ഈ IT സിറ്റികളിലൊക്കെ ഉണ്ടായ പാനിക്കായിപ്പോയി. പാനിക്. എങ്ങനെ ഇത് ബാധിക്കും? എങ്ങനെ ഇത് കൊണ്ടു നടക്കും? കുറച്ച് ചാണക തലയുള്ളവനും പശുവിൻ്റെ മൂത്രത്തെ പറ്റി പറയുന്നതിനൊക്കെ എന്നെ അങ്ങ് തെറി വിളിച്ചു. ഞാൻ യാഥാർത്ഥ്യം, ഞാൻ ഓണസ്റ്റായിട്ടാണ് പറയുന്നത്. എനിക്ക് ഇൻ്റലക്ച്വലി നിങ്ങളോട് കള്ളം പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവരൊക്കെ ഈ പറയുന്ന പല ആൾക്കാരും പല രീതിയിൽ, അതൊക്കെ അവരുടെ ഒരു പോളിസി, എനിക്കറിയത്തില്ല അവർക്ക് എന്ത് ബോധത്തിൻ്റെ പേരിലായി പറയുന്നത്.
ഒരു സുപ്രഭാതത്തിൽ ബ്രിക്സ് വരുന്നു, കറൻസി വരുന്നു, ഇന്ത്യൻ അമേരിക്കൻ കറൻസി ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പുല്ല് ചെയ്യും? ഏതെങ്കിലും ആൾ ഇന്ത്യൻ കറൻസി വെച്ച് ട്രേഡ് ചെയ്യുമോ? അതിനെപ്പറ്റി പോലും ആൾക്കാർ കേട്ടാൽ ചിരിക്കും. ഇത് കേക്ക് ഇതിനെ ഈ ബിസിനസ് അറിയുന്നവർക്ക്. ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാർ, അങ്ങനെ IT ചെയ്യുന്നവരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടും വിവരം കിട്ടുന്നില്ല, ഇന്ത്യൻ മീഡിയ മുഴുവനും കള്ളം പറയുകയാണ്. താങ്ക്സ് വെരി മച്ച്. കാരണം അതിനുവേണ്ടി ഞാൻ ഡീപ്പായിട്ട് ഇത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഈ വിഷയം ഇതെവിടെ ചെന്ന് നിൽക്കും, ഇനി എന്താ സംഭവം ഉണ്ടായേക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് U-ടേൺ അടിച്ചിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? പ്രസിഡന്റ് ട്രംപുമായിട്ട് പെട്ടെന്ന് സംസാരിക്കും. ഇന്ത്യ ട്രേഡ് റിലേഷൻഷിപ്പ്, അതായത് ഇന്ത്യ അമേരിക്ക ട്രേഡ്, അത് ടോക്സ് റിസ്യൂം ചെയ്യും, അടുത്ത ആഴ്ച റിസ്യൂം ചെയ്യും. എന്താണ് മറ്റുള്ള ന്യൂസ് പേപ്പർ പറഞ്ഞത്? യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താൻ തയ്യാറാണ്. അതായത് ഇപ്പോഴും നടത്തുന്നതിൻ്റെ 4 ഇരട്ടി. അതായത് ചൈനയിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്ന ട്രേഡും അവിടെ ഉണ്ടായിരിക്കുന്ന മാനുഫാക്ചറിങ് ഹബ്ബും അവർ ഇന്ത്യയിലോട്ട് മാറ്റാനും തയ്യാറാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. പക്ഷെ ഒറ്റ ഡിമാൻഡ്, റഷ്യയുമായിട്ട് അടുക്കാൻ പാടില്ല ഇന്ത്യ. റഷ്യയുടെ നിന്ന് കൂട് മേടിക്കാൻ പാടില്ല ഇന്ത്യ. റഷ്യയുടെ നിന്ന് വെപ്പൺ മേടിക്കാൻ പാടില്ല. ഇന്ത്യ എല്ലാ രീതിയിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കും. ഇന്ത്യക്കാരായിട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് അവർ നിർത്തും. സംഭവം പിടികിട്ടിയല്ലോ, എവിടുന്ന് എങ്ങോട്ട് പോയി? ഇതിൻ്റെ അകത്തൊക്കെ പോകുന്ന ആവശ്യമുണ്ടായിരുന്നു. എവിടെ നിന്നൊരു രാജ്യമാണ്, എവിടെ നിന്നൊരു പ്രധാനമന്ത്രിയാണ് ഇത്രയും താപ്പോട്ട് പോയത്? അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കട്ടപ്പുക, അട്ടപ്പടലമാണ് ഈ മനുഷ്യൻ കൊണ്ടാക്കി. ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് സംഭവം കയ്യിൽ നിൽക്കുന്ന സാധനമല്ല. പിന്നെന്താ സംഭവം? പെട്ടെന്ന് മാറ്റി ഈ ഇവിടെ നടന്ന സംഭവം, നേപ്പാളിൽ നടന്ന സംഭവം അടുത്ത ഇന്ത്യയിലോട്ട് കയറി വരും. അറിഞ്ഞത് അമേരിക്കയുമായിട്ടുള്ള ടോക്സിനകത്ത്, ബാക്ക്ഡോർ ടോക്സിനകത്ത് അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ നിങ്ങളെ മാറ്റുന്നില്ല, പക്ഷെ ഞങ്ങളുടെ വഴിക്ക് വന്നോണം. സ്വന്തമായിട്ട് വഴിയൊന്നും വെട്ടിത്തിളച്ച് ചൈനയിലും ഈ റഷ്യയിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ നിന്നോണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ബിസിനസ്സും ട്രേഡും ജോബും ഒക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ റഷ്യയെ പ്രേമിക്കാനോ ചൈനയെ പ്രേമിക്കാൻ പോകരുത്. ഇതാണ് യൂറോപ്യൻ യൂണിയനും അവർ യൂറോപ്യൻ യൂണിയൻ്റെ ട്രേഡിൻ്റെ ആൾക്കാർ അടുത്ത ആഴ്ച ഇന്ത്യയിൽ എത്തുകയാണ്. അവർ ഡയറക്റ്റ് വാഗ്ദാനം കൊടുത്തേക്കുവാണ് ഇന്ത്യക്ക്. അതായത് ചൈനയിലുള്ളവർ മാനുഫാക്ചറിങ് ഹബ്ബെല്ലാം ഇന്ത്യയെ മാറ്റാൻ തയ്യാറാണ്, ഇന്ത്യയിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്, ട്രേഡ് ഇപ്പോഴത്തിൻ്റെ 4 ഇരട്ടി മാറ്റാൻ തയ്യാറാണ്. ട്രംപ് നേരത്തെ പറഞ്ഞാണ് ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറഞ്ഞാൽ 500 ബില്യൺ ആക്കാം. പെട്ടെന്ന് തലയ്ക്കകത്ത് ബോധമില്ല, വലിയ സംഭവമായി അങ്ങ് മാറി. അതിനെക്കുറിച്ച് ചാണകങ്ങൾ, അർണബ് ഗോസ്വാമി ഉൾപ്പെടെ അലവലാദികൾ അതിനെ അങ്ങ് സപ്പോർട്ടും ചെയ്തു. പെട്ടെന്ന് ചൈന അങ്ങ് ഹീറോ ആയി. നമ്മുടെ രാജ്യം തകരരുത്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെ അമേരിക്കൻ ചാരനോ അമേരിക്കൻ സ്പൈന്ന് എന്തു കുന്തം വേണമെങ്കിലും വിളിച്ചോളൂ. അമേരിക്ക തകർന്നാൽ ഇന്ത്യ തകരും, ഇത് കരുതിയിരിക്കുക. ചൈന തകർന്നാൽ ഇന്ത്യ തകരില്ല, ഇന്ത്യ തകർന്നാൽ അമേരിക്ക തകരില്ല, യൂറോപ്യൻ യൂണിയൻ തകർന്നാൽ ഇന്ത്യ തകരും. ഇതാണ് ഉദ്ദേശം. പിടികിട്ടിയല്ലോ. ഇത് പാർട്ട്നർ, ബിസിനസ് പാർട്ട്നർ. അവരുടെ ബൈയിങ് പവർ, എക്കോണമി തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യ തകരും. ചൈന തകർന്നാൽ ഇന്ത്യക്കൊരു പ്രശ്നവും ഇല്ല, ഇന്ത്യയിൽ വീണ്ടും മാനുഫാക്ചറിങ് ഉണ്ടാകും. റഷ്യ തകർന്നാൽ അവരുടെ കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം റഷ്യ ഇന്ത്യയായിട്ട് വലിയ ബിസിനസ് പാർട്ട്ണറൊന്നും അല്ല. ചൈന ഏറ്റവും കൂടുതൽ സാധനം ഇങ്ങോട്ടേ, നമ്മുടെ സാധനം പുല്ലന്മാരെ വാങ്ങുന്നില്ല. നിങ്ങൾ ഓരോ ട്രേഡ് എടുത്ത് നോക്കുക. അതാണ് ഞാൻ പറയുക, അമേരിക്ക തകരരുത്, തകർന്നാൽ ഇന്ത്യ തകരും. യൂറോപ്യൻ യൂണിയൻ തകരരുത്, തകർന്നാൽ ഇന്ത്യ തകരും. ഇന്ത്യ തകർന്നാൽ ഈ യൂറോപ്യൻ യൂണിയനോ അമേരിക്ക തകരുകയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വീണ്ടും ഞാൻ പറഞ്ഞ ഇന്നലെ കുറച്ച് ഏവിയേഷൻ എക്സ്പേർട്ടുകളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്
ഈ പാകിസ്ഥാൻ എയർ സ്പേസ് വഴി പോകാൻ പറ്റുന്നില്ല. എല്ലാ ഏവിയേഷൻ കമ്പനിയും നഷ്ടത്തില്ല. അത് പാകിസ്ഥാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ പ്രശ്നം അങ്ങ് മാറ്റി. ഇനി ഇന്ത്യ പാകിസ്ഥാനും ഈ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകരുത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തീർക്കുക. അല്ലാതെ ഇവിടെ വോട്ട് പിടിക്കാനും ഈ പറയുന്ന ആന്റി മുസ്ലിം, ആന്റി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മോദി സർക്കാർ ഇനിയും പോകരുത്. അതൊരു സമയം കഴിഞ്ഞ് അത് തീർന്നു. ഇപ്പൊ അയോധ്യ ഒരു സമയം കഴിഞ്ഞ് അത് തീർന്നു. അത് വീണ്ടും മൂപ്പിച്ചോണ്ട് വരരുത്. ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. അതായത് ഒരു ഫാസ്റ്റായിട്ട് മൂവിങ് കാറാണ് ഇന്ത്യ. നല്ല ഹൈവേ, നല്ല റോഡ്. ഇന്ത്യ അതാണ് വൈബ്രന്റ് എക്കോണമി എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് സൈഡിലെ ടയറിന്റെ കാറ്റ് ഊരി വിട്ടാൽ പിന്നെ എങ്ങനെ പോകും? ഇതാണ് മോദി കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത്. അതായത് ഈ ഡീമോണിറ്റൈസേഷൻ ശേഷം ഏറ്റവും ബ്ലണ്ടർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറാണ്. ബാക്കിക്കകത്തെല്ലാം ഞാൻ മോദിക്ക് പ്ലസ് പോയിന്റും പോസിറ്റീവായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ അർബൻ ക്ലാസ് ഇത്രയും ഇവർക്ക് ഈ വിദ്യാർത്ഥികളവിടെ പോയേക്കുന്നു. അവർക്ക് പ്രശ്നം H1B വിസ അവർ ഭയന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലോട്ട് പോകേണ്ട B1 B2 വിസ അത് ഏകദേശം അതിൻ്റെ ബിഡ് തീർന്നു. അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കണം, നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ട് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് പോകാൻ പറ്റും? ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ. ഇനി അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് കയറ്റത്തുമില്ല. ഇത് ഞാൻ പറഞ്ഞ അമേരിക്ക തുടർന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും അത് തന്നെ ഫോളോ ചെയ്യും. ഈ അറേബ്യൻ രാജ്യങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഇവൻ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോക പോലീസാണ്. അവൻ്റെ കയ്യിലാണ് ഈ പവർ. അത് നിങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധം എന്ന് അമേരിക്ക ഉക്രൈനെ എതിർത്തു, പ്രശ്നം എങ്ങും ട്രംപ് എതിർത്തു, വാറ് റഷ്യ ജയിക്കുന്ന രീതിയിലോട്ട് പോയി. യൂറോപ്യൻ യൂണിയൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് കാലെ പിടിച്ചു, ഈ പറയുന്ന ഈ ടാരിഫ് എല്ലാം സെറ്റിൽ ചെയ്തു, ട്രംപ് ഇങ്ങോട്ട് മാറി. പെട്ടെന്ന് ഇവർ സ്ട്രെങ്തൻ ചെയ്തു. പോളണ്ടിൻ്റെ അടി അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പറയാൻ പോകുന്നത്, കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്നവരെ, എനിക്ക് നിങ്ങളോടും ഈ സംഘ് പരിവാറിനോടും മോദിയോടും BJPയോടും 1% പോലും ശത്രുതയില്ല. ഞാൻ ഇന്ത്യക്കാരൻ, പക്ഷെ ഞാൻ ഭക്തല്ല. ഞാൻ ചാണക പശു മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹൈപ്പർ നാഷണലിസ്റ്റും അല്ല. നമ്മുടെ രാജ്യം പുറകോട്ട് പോകരുത്. ഇവിടുത്തെ യൂത്ത്സിനും മറ്റുള്ളവർക്കും ജോലി കിട്ടണം. നമ്മൾ വളരെയധികം മുന്നോട്ട് വളരാനുണ്ട്. നമുക്കത് ഒറ്റയ്ക്ക് വളരാൻ പറ്റത്തില്ല. ജയശങ്കറിൻ്റെ അവസാനത്തെ കോട്ടെടുക്കുക. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, 30 വർഷം കൊണ്ട് എങ്ങനെയാണ് ചൈന വളർന്നത്. അതിനകത്ത് അവർ ലോകത്തോട് ആദ്യം പറഞ്ഞതേയില്ല, പക്ഷെ അവിടെ വളർന്നുകൊണ്ടിരുന്നു അമേരിക്കയുടെ പിന്തുണയോടുകൂടി. ആ സമയത്തൊന്നും ഒരു ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞില്ല വിശ്വഗുരു എന്നൊന്നും. ഒരു ഫാൻസി ഡ്രസ്സിന് അവർ പോയില്ല. അവർ വളർന്ന ശേഷമാണ് തീരുമാനിക്കുന്നത് അവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ ഫാൻസി ഡ്രസ് അല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. മഹത്തായ രാജ്യമാണിത്. ഇവർ ഇൻഡിവിജ്വൽ അല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. മോദി അല്ല ഇന്ത്യയാണ്. ഇന്ത്യക്കകത്തുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ ബേസ്. അല്ലാതെ BJP മാത്രമൊന്നുമല്ല. ഇവിടെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ലോകരാജ്യങ്ങളുമായിട്ട് ശത്രുതയുണ്ടാക്കി നമ്മളിതാ കുതിക്കുന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളമാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ യോജിച്ചു പോകുന്നവരോടുകൂടി യോജിച്ചു പോകണം. മൈ ഫ്രണ്ടും മൈ ക്രിണ്ടും ഒന്നുമില്ല, എല്ലാം കച്ചവടമാണ്. അതിനകത്ത് അവരുമായിട്ട് യോജിക്കുന്ന രീതിയിൽ യോജിച്ചോണം. തലയ്ക്ക് ഭ്രാന്തി പിടിച്ചൊരുത്തനാണ് വ്ളാദിമിർ പുടിൻ. അവന് വാർ മോങ്കറാണ്. എത്ര ആൾക്കാരെ അയാൾ കൊല്ലുന്നേ. ഇന്ത്യ അതേപോലെ വാറിൽ ഏർപ്പെടേണ്ട. പക്ഷേ ഒരു കാരണവശാലും പുടിനെ ഈ സമയത്ത് സഹായിക്കാൻ പാടില്ല. ഇന്ത്യയെ സഹായിക്കുന്നവരുടെ കൂടെ നിന്നോണം. ഇന്ത്യ ആരാണ് സഹായിക്കുന്നത്? അമേരിക്കയും വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണ് സഹായിക്കുന്നത്. അവർ പറയും ഞങ്ങളുടെ കൂടെ നിൽക്കി, ഞങ്ങൾ സഹായിക്കാം. പിന്നെ ഹിന്ദു കുന്തത്തിനാ കുരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഇതുകൊണ്ട് ആർക്കാണ് ഈ പ്രയോജനം ഉണ്ടാകുന്നത്? ചൈനയ്ക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഒരു ചൈനീസ് എക്സ്പേർട്ടിൻ്റെ ഒരു കോട്ടുണ്ട്, അതായത് ഇന്ത്യ ഒരിക്കലും ബ്രിക്സിൽ വരത്തില്ല.
ഇന്ത്യ ഒരിക്കലും ചൈനയുടെ കൂടെയും റഷ്യയുടെ കൂടെ നിൽക്കുകയില്ല. അയാൾ പറഞ്ഞ കറക്റ്റായിരുന്നു. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിന് ഈ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഒഴിവാക്കി ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരാണ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ. ഇത്രയും മാത്രം ഇന്ത്യക്കാർ അവിടെയാണുള്ളത്. അവർക്ക് ഇന്ത്യക്ക് എങ്ങനെ അവരെ വിട്ടിട്ട് പോകാൻ പറ്റും? നോർമൽ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനാണ് മോദി ഉത്തരം കൊടുത്തത്. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അമേരിക്കയായിട്ടും വെസ്റ്റേൺ കൺട്രീസുമായിട്ടും യോജിച്ചു പോകാൻ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഒരു മാസം കഴിയുപോലുമില്ല പുട്ടിനോട് പറയും സലാം അടിക്കാം, ഗുഡ് ബൈ, പോടാ പുല്ല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് തന്നെ പോകണം. സെറ്റിൽ ചെയ്യാവുന്ന കാര്യം സെറ്റിൽ ചെയ്ത് പോകണം. ശത്രുതയിൽ പോകരുത്.